ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസിഫാലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേറ്റലായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയെ അല്ലെങ്കിൽ ഒരു അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി ഈ ഒരു മസ്തിഷ്ക ജ്വരം ബാധിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇന്നൊരു കുട്ടി ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. സോ ഈ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം നമുക്ക് എന്താണെന്ന് കുറേ പേർക്ക് അറിയില്ല. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും ഇതെങ്ങനെയാണ് വരും മുന്നേ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ അമീബ ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള, അതായത് ഈ ഒഴുകി നടക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സൂക്ഷ്മജീവിയാണ്. ഇത് സാധാരണ കാണപ്പെടുന്നത് നമ്മുടെ കിണറിൽ, കുളങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇവർ സാധാരണ അങ്ങനെ വലിയ ഉപദ്രവകാരിയല്ല. പക്ഷെ ചില സ്പീഷീസ് ഉണ്ട്, ചില ടൈപ്പ് ഉണ്ട് ഈ അമീബയിൽ. അവർ സാധാരണ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം, ഡിസെൻട്രി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് ഇവരുണ്ടാക്കുന്നത്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്നും, അതായത് വൃത്തിയില്ലാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് പെട്ടെന്ന് നമുക്ക് പകരുക. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഇത് മൂക്കിലൂടെയാണ് എത്രയും നമ്മൾ ഈ കുളങ്ങളിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ മുഖം കഴുകുക അല്ലെങ്കിൽ ഉള്ളിക്ക് ചാടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിലൂടെ കയറി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് എത്തുകയും അതേപോലെ ആദ്യത്തെ ലക്ഷണങ്ങളായിട്ടുള്ള പനി, തലവേദന, ഛർദി, ഇതാണ് മെയിനായിട്ട് കാണിക്കുക. അപ്പം നമ്മളിത് നോർമലാണെന്ന് വിചാരിച്ച് ഇപ്പോൾ ഡോക്ടറെ കണ്ടാലും നോർമൽ മെഡിസിൻ എടുത്താലും ഇത് മാറില്ല. അടുത്ത സ്റ്റേജ് അപസ്മാരം, ബോധം നഷ്ടപ്പെടുക, ഇതൊക്കെ ആകുമ്പോഴേക്കും എമർജൻസി കേസായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ആ സമയത്താണ് ഈ സിംറ്റംസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ നടത്തി കഴിഞ്ഞാലാണ് ഈ ഒരു രോഗമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റുക. പക്ഷെ അത് ആ ഒരു ഡയഗ്നോസിസ് ചെയ്യുന്ന സമയം വളരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ മരണം പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഈ ഒരു ഡിസീസ് കണ്ടുപിടിക്കാൻ വളരെ വൈകി പോകുന്നത് കൊണ്ട് തന്നെ മരണം സംഭവിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു കുട്ടി മരണപ്പെട്ടത്. കാരണം ഇത് നമ്മൾ നോർമൽ ഒരു വൈറൽ ഫീവർ, വൈറൽ ഇൻഫെക്ഷൻ പോലെയാണ് വരുന്നത്. സോ നമ്മൾ ഡോക്ടേഴ്സ് ആയാലും അവർ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യില്ലല്ലോ. കാരണം ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് സാധാരണ ഒരു വൈറൽ പനി പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മരുന്ന് തന്നിട്ടാവും വിടുക. അപ്പോൾ ആ ഒരു ഡോസ് കഴിച്ചു നോക്കും. പക്ഷേ ഇത് റെഡി ആവില്ല. അത് അപ്പോഴേക്കും തന്നെ ഇത് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കും. അടുത്ത സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തലച്ചോറിനെ അത് ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ബോധക്ഷയം വരുന്നതും അപസ്മാരം പോലെയൊക്കെ വരുന്നതും. ഇതൊക്കെ നമ്മുടെ ഈ ഒരു ബ്രെയിനിനെയാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ സമയത്ത് ഡയഗ്നോസിസ് ചെയ്യാൻ ഒരു ഡോക്ടർ എഴുതിത്തരുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നട്ടലില്ലേ, ആ ഭാഗത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഒരു ദ്രാവകം എടുത്തിട്ട് അതിൽ നിന്നാണ് ലാബിലേക്ക് ടെസ്റ്റിന് വിടുന്നത്. അപ്പം അതിലാണ് ഈ അമീബ കാണപ്പെടുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ അത് ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. മസ്തിഷ്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലയിലകത്തുള്ള കോശങ്ങളെ അത് ഇല്ലാതാക്കും അല്ലെങ്കിൽ ഡാമേജ് ആക്കും. അതിനുശേഷം അവിടെ നീർക്കെട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ നീർക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നോർമലി ആ ഒരു പേഷ്യൻറ്റിനെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇതിന് മെഡിസിൻ ഇല്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇത് ട്രീറ്റൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ട്രീറ്റ് ചെയ്ത് റിക്കവർ ആയിട്ടുള്ള കേസസ് വളരെ കുറവാണ്. ബിക്കോസ് ഇത് കണ്ടുപിടിക്കാൻ വൈകി പോകുന്നു എന്നുള്ളതാണ്. ഇതിന് ഡോക്ടറോ പേഷ്യൻറ്റോ അല്ല കാരണം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ പോലെ തന്നെയാണ് വരുന്നത്. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാധാ പനിയാണെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കും ചില ആൾക്കാർ ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കും. പക്ഷെ അത് ക്യൂർ ആവില്ല. അതിന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. അതുവഴിക്കും നമ്മളുടെ ഫുള്ളായിട്ട് നമ്മൾ അത് എന്താ പറയുക, സിവിയർ ആയിട്ട് എഫക്റ്റ് ആയിട്ടുണ്ടാകും. അതിനുശേഷം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കും. ഈ ഒരു ഡിസീസ് ഇത്രയും ഡേഞ്ചറസ് ആയിട്ട് പോലും ഇതെന്താ ഇത്രയും അധികം ആളുകളെ കേട്ടിട്ടില്ലല്ലോ, അധികം എവിടെയും കേട്ടിട്ടില്ലല്ലോ. അതിന് കാരണം ഇത് ഇപ്പോൾ ലോകത്തിൽ തന്നെ കുറച്ച് ഹൺഡ്രഡ്സ് ഓഫ് കേസസ് മാത്രമേ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് റെയറായിട്ടാണ് പിടിപെടുക. പക്ഷെ പിടിപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് കുറച്ച് റെയർ ആയിട്ടുള്ള കേസാണ്. ട്രീറ്റ്മെൻറ്റ്സ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഹോസ്പിറ്റലിലുണ്ട്. ആ കുട്ടിയുടെ നിലയും വളരെ സീരിയസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി പണ്ട് കാലത്തൊന്നും ഇതുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴാണല്ലോ. അങ്ങനെയല്ല, പണ്ട് കാലത്തും ഇതേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇത് അറിയാനുള്ള വഴികൾ കുറവായിരുന്നു. അതായത്
ടെസ്റ്റ് ചെയ്ത് ഇതിനുള്ള ടെസ്റ്റുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അതുപോലെ ആളുകൾക്ക് അത്രയധികം ഇതിനെക്കുറിച്ച് നോളേജ് കുറവായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനും സ്ക്രീൻ ചെയ്യാനും ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ആൻഡ് ഇത് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അറിയാത്ത വെള്ളത്തിലേക്ക് എപ്പോഴും ഇറങ്ങരുത്, ഡേഞ്ചറാണെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പ്സ് അതിലൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരു അവയർനെസ് കൊണ്ടുവരാനായിട്ടാണ്. അറിയാത്ത ആൾക്കാർക്കൊക്കെ നമുക്ക് അറിയിക്കാമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇഷ്ടമായിച്ചാൽ സപ്പോർട്ട് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ റീച്ച് ആവുള്ളൂ. ആൻഡ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഡെയിലി വ്ളോഗ്സും കുറേ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം മിക്സായിട്ട് കാണിക്കുന്ന ഒരു ചാനലാണ് എൻ്റേത്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. സോ ബൈ.